എൻ്റെ പിറകിൽ കാണുന്നത് പയ്യോളി ടൗണിലുള്ള മെയിൻ ഗേറ്റാണ്. ഇവിടെ ഒരു പ്രാവശ്യം ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 3ഓളം ട്രെയിനുകൾ കടന്നു പോകും. ഇരുഭാഗത്തും നീണ്ട നിരയുള്ള ട്രാഫിക് ജാമാണ് അനുഭവപ്പെടുന്നത്. കിഴക്ക് ഭാഗത്ത് ഗേറ്റ് മുതൽ നാഷണൽ ഹൈവേ വരെ ബ്ലോക്കാകുന്ന രീതിയിൽ, ടൗണിനെ നിശ്ചലമാക്കുന്ന രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറ് വശം 2ാം ഗേറ്റും 1ാം ഗേറ്റും ലിങ്ക് ചെയ്യുന്ന വൺ വേ റോഡ് മുതൽ അക്ഷര കോളേജ് വരെ പടിഞ്ഞാറ് വശവും ട്രാഫിക് ബ്ലോക്കാണ്. എന്തെങ്കിലും ആവശ്യത്തിന് പയ്യോളി ടൗണിൽ ആരെങ്കിലും സാധനം വാങ്ങാനോ മറ്റാവശ്യങ്ങൾക്ക് വന്നാൽ പോലും തിരിച്ച് അവർക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലോക്കിലാണ് പയ്യോളി ടൗണിൻ്റെ അവസ്ഥ. ഇനി ഈ 3ഓളം ട്രെയിനുകൾ കടന്നു പോയതിന് ശേഷം ഗേറ്റ് ഒന്ന് തുറന്നാൽ അത്രയും നേരം കാത്തിരുന്ന വാഹനങ്ങൾ കടന്നുപോയി തീരും മുമ്പേ വീണ്ടും ഗേറ്റ് അടക്കുകയാണ്. ഇതൊരോ മണിക്കൂറിൽ പലവട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാനമായ അവസ്ഥ തന്നെയാണ് പയ്യോളിയുള്ള മറ്റു ഗേറ്റുകൾക്കും. ഓയിൽ മില്ല് റോഡിലുള്ള ഗേറ്റ്, 2ാം ഗേറ്റ്, തിക്കോടി പഞ്ചായത്ത് ഗേറ്റ്, തിക്കോടി ടൗൺ ഗേറ്റ് എല്ലാം സെയിം അവസ്ഥ തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കാതെ പോകുന്നത്, ഓർമ്മ വെച്ച കാലം മുതലേ പയ്യോളിക്കാർ ഇത് അനുഭവിക്കുന്നതാണെങ്കിലും ഈയിടെയായിട്ട് ട്രെയിനുകളുടെ എണ്ണത്തിൽ വന്ന വർധനവ്, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ചുരുങ്ങിയതൊരു വാഹനങ്ങൾ പോലും ഇല്ലാത്ത വീടുകളില്ലാത്ത അവസ്ഥയാണ്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് പ്രധാന കാരണം. പക്ഷേ ഇതെന്നും ഇവിടെ കാത്തിരുന്ന് ഇതൊരു ശീലമായതുകൊണ്ട് തന്നെ ആളുകളിലും ഇതിനു വേണ്ടി ആരും ശബ്ദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഈ കാത്തിരിക്കുന്ന ആളുകളിൽ പല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ട്. അസുഖങ്ങൾ കൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. വിദ്യാർത്ഥികൾ, മത്സ്യത്തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ ഒക്കെ ഈ ഒരു സാധാരണക്കാരൊക്കെ ബുദ്ധിമുട്ടുന്ന വളരെ എന്താ പറയുക, ദയനീയമായ ഒരവസ്ഥയിൽ തന്നെയാണ് ഓരോ ദിവസവും പയ്യോളി റെയിലിൻ്റെ പടിഞ്ഞാറ് വശം താമസിക്കുന്ന ആളുകൾ അനുഭവിക്കുന്നത്. ചില സമയത്ത് അത്യാഹിതം വന്നു കഴിഞ്ഞാൽ, സെക്കൻഡിന് പോലും ജീവൻ്റെ വിലയുള്ള സമയത്ത് ഇവിടെ നമ്മുടെ ഗേറ്റുകളിൽ എത്തിപ്പെടുകയാണെങ്കിൽ അവിടെ വെച്ച് അവസാനിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് വേണ്ടത്. അന്വേഷിച്ചപ്പോൾ ഇവിടെ മേൽപ്പാലം വരാൻ പോകുന്നു എന്നൊക്കെ കേൾക്കാൻ സാധിച്ചു. പക്ഷേ എവിടെ, എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചും ഒന്നും ഒരു വ്യക്തതയായിട്ടില്ല. ബഹുമാനപ്പെട്ട പയ്യോളിയിലുള്ള മുഴുവൻ രാഷ്ട്രീയ